എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് അഭയാരിഷ്ടത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പറയുന്നത്. ആയുർവേദത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഔഷധമാണ് അഭയാരിഷ്ടം. മൂലക്കുരു, മലബന്ധം, മൂത്രതടസ്സം, ഗ്രഹണി, ഹൃദ്രോഗം, നീര്, കൃമിരോഗങ്ങൾ എന്നിവയ്ക്കാണ് അഭയാരിഷ്ടം കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ദഹനത്തെ ശക്തിപ്പെടുത്താനും വിശപ്പുണ്ടാകാനും അഭയാരിഷ്ടത്തിന് കഴിവുണ്ട്. മലബന്ധത്തിന്റെ ഏതവസ്ഥയിലും അഭയാരിഷ്ടം ആർക്കും കഴിക്കാവുന്നതാണ്. പതിവായി രാത്രി കിടക്കാൻ നേരം 30 മില്ലി വീതം അഭയാരിഷ്ടം കഴിക്കുന്നത് എല്ലാത്തരം മലബന്ധങ്ങളിൽ നിന്നും അതിനോട് സംബന്ധിച്ച അനുബന്ധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതാണ്. കടുക്ക, നെല്ലിക്ക, കാട്ടുവെള്ളരി, പാച്ചുവറ്റിത്തലി, കുരുമുളക്, തിപ്പലി, വിഴാലരി തുടങ്ങിയ അനവധി ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് അഭയാരിഷ്ടം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അഗ്നിബലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗർഭകാലത്ത് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മുല കിട്ടുന്ന സമയത്ത് ഡോക്ടറുമായി കൂടിയാലോചിച്ച ശേഷം ഇതെടുക്കാം. മലബന്ധം ഇല്ലാതാക്കാൻ നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. ഉറങ്ങുമ്പോൾ 1 കപ്പ് ചൂടുവെള്ളം കുടിക്കുക. അമിതമായ എരിവുള്ള ഭക്ഷണം, നോൺ വെജ്, വറുത്ത ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. ആയുർവേദ മരുന്നുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഔഷധങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ അറിവ് ഉപയോഗിച്ച് സ്വയം ചികിത്സിക്കാനോ മറ്റുള്ളവരെ ചികിത്സിക്കാനോ പാടുള്ളതല്ല. ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.